ആത്മീയ പൂജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്ത വിഷയം, മിണ്ടേണ്ടത് മിണ്ടാതിരിക്കുന്നത് പുണ്യമാണ്. കേൾക്കുമ്പോഴേ ആർക്കും മനസ്സിലാകും ഒരു പുണ്യമല്ല. മിണ്ടേണ്ടത് നമ്മൾ മിണ്ടണം, നിശബ്ദരാകേണ്ടടുത്ത് നമ്മൾ നിശബ്ദരാകണം, അതാണ് പുണ്യം. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിന്റെ അയൽവാസി തെറ്റ് ചെയ്യുമ്പോഴും നീ അതേക്കുറിച്ച് പറയാതിരിക്കുന്നത് ഒരു പുണ്യമാകണമെന്നില്ല, അത് നിന്റെ ഭയം കൊണ്ടായിരിക്കാം നീ ഉണ്ടാതിരിക്കുന്നത്. നമുക്ക് എപ്പോഴാണ് മിണ്ടേണ്ടത്, എപ്പോഴാണ് നമ്മൾ നിശബ്ദരാകേണ്ടത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കുടുംബനാഥ അദ്ദേഹത്തിന്റെ ഭാര്യ സ്ഥിരം കുറ്റപ്പെടുത്തുമായിരുന്നു. അവൾ പറയുന്നത്, നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് അയലോക്കക്കാർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാണ്ടിടത്ത് മിണ്ടണം, ഒരു ഭീരുവായിട്ട് മാറി നിൽക്കുന്നതല്ല ഇവിടെ ഉചിതമായ കാര്യം എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ആ ഭാര്യ. ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എപ്പോൾ മിണ്ടണം, എന്ത് പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വിവേകം. അടിസ്ഥാന തിന്മകൾ പോലെ തന്നെ അടിസ്ഥാന പുണ്യങ്ങളുണ്ട്. അടിസ്ഥാന പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവേകം, പ്രൂഡൻസ്. ഈ പ്രൂഡൻസ് ഉണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ ഓരോ സാഹചര്യത്തിലും നന്മ എവിടെയാണെന്ന് കണ്ടെത്താൻ അത് നമ്മെ സഹായിക്കും. ആ നന്മയിലെത്താനുള്ള വഴി ഏതെന്ന് തിരിച്ചറിയാൻ അത് നമ്മെ സഹായിക്കും. വലിയൊരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. സോളമന്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 3-ാം അധ്യായം വായിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം അവന്റെ മുമ്പിൽ വന്നു. 2 വേശ്യകളെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. 2 പേരും അവകാശവാദം ഉന്നയിച്ചു, തന്റെ കൊച്ചൻ. അവിടെ അറിയാം. അവസാനം വിവേകമുണ്ടായിരുന്ന സോളമന് ചെയ്യാൻ പറ്റിയൊരു കാര്യം, അത് ശരിയായ രീതി ഒത്തുതീർപ്പിലാക്കാൻ പറ്റും. അവനാവശ്യപ്പെട്ട ഒരു വാള് കൊണ്ടുവരാൻ. എന്തിനാന്ന് ചോദിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിനെ 2ആയിട്ട് മുറിച്ചിട്ട് 2 പേർക്കും ഓരോ കഷ്ണം കൊടുക്കാം. ഉടനെ ഒരു സ്ത്രീ ചിരിച്ചോണ്ട് നിന്നു. മറ്റേ സ്ത്രീ വിളിച്ചു പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് വേണ്ട കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേ. അപ്പോൾ സോളമന് മനസ്സിലായി താരുടെ കുഞ്ഞാണ്. വിവേകപൂർവ്വം അവൻ പെരുമാറിയത് കൊണ്ട് ജനങ്ങൾക്കെല്ലാം അവനോട് ഭയങ്കര ഭയഭക്തി തോന്നി എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായ സംസാരം. അത് തേനറ പോലെ എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായ സംസാരം അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും പകരുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ ആഗ്രഹിക്കട്ടെ. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 24-ാമത്തെ വചനത്തിലാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സുഭാഷിതങ്ങൾ 17-27 അവിടെ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. നമ്മളെ ഒരിക്കലും നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന, വീണ്ടും വിചാരമില്ലാതെ സംസാരിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടാകരുത്. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. അതായത് ജ്ഞാനത്തിന്റെ ഒരു സൂചനയാണ്. സുഭാഷിതങ്ങൾ 18-21 ജീവൻ നശിപ്പിക്കാനും ജീവൻ പുലർത്താനും നാവിന് കഴിയും, നമ്മുടെ സംസാരത്തിന് കഴിയും. ജീവൻ കൊടുക്കാനും പറ്റും, ജീവൻ എടുക്കാനും പറ്റും. നമ്മൾ സംസാരത്തെ വളരെ ശ്രദ്ധിക്കണം. എഫേസ്യർ 4:29 വായിച്ച അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉചിതമായ വാക്ക് സന്ദർഭോചിതമായിട്ട് നീ ഉപയോഗിക്കുന്നെങ്കിൽ ശ്രോതാക്കൾക്ക് അത് ഒരുപാട് ആത്മീയ ചൈതന്യം പകരും. അല്ലായെങ്കിൽ നേരെ വിപരീതമായുള്ള ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എപ്പോഴാണ് നാം സംസാരിക്കേണ്ടത്? നിശബ്ദരാകാതെ സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ദൈവം അതിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, ദൈവം കൽപ്പിച്ചാൽ, സംസാരിക്കാൻ കൽപ്പിച്ചാൽ പിന്നെ അവിടെ നിശബ്ദത പാലിക്കരുത്. അപ്പോസ്തല പ്രവർത്തനം 18:9 നമ്മൾ കാണുന്നുണ്ട്. അവിടെ പൗലോസിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, നീ നിശബ്ദനാകരുത്, നീ സംസാരിക്കണം. ഇതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനം 5:20 നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, നീ പോയിട്ട് ദേവാലയത്തിൽ പോയിട്ട് നാമസുവിശേഷം പ്രസംഗിക്കുക. അവിടെ ചെല്ലുമ്പോൾ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ എതിർക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളെയോ അതോ ദൈവത്തെയോ. അങ്ങനെ സധൈര്യം വചനം പ്രഘോഷിക്കുന്ന പത്രോസിനെയും അവിടെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേത്, വചനം പറയാൻ എപ്പോൾ അവസരം കിട്ടിയാലും നിശബ്ദരാകരുത്, പറയണം. അപ്പോസ്തല പ്രവർത്തനം 13:13 വായിച്ചാൽ പൗലോസിന്റെ മുമ്പിൽ അങ്ങനെ ഒരു അവസരം വന്നോ ഉടനെ അവൻ കൈവക്കി, ഞാൻ റെഡിയാണ് വചനം പ്രഘോഷിക്കാൻ. അങ്ങനെ ഒരു സന്മനസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. മറ്റൊന്ന്, ആരെങ്കിലും തന്നെ അഭിവാദനം ചെയ്യുമ്പോൾ നിശബ്ദത അത് നമുക്ക് ഉചിതമല്ല. ആരെങ്കിലും നമ്മളെ വിഷയ ഗുഡ് മോർണിംഗ് പറയും, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മുഖം തിരിച്ചു പോകാന്ന് പറഞ്ഞ്
ലജ്ജാകരമായ ഒരു കാര്യം. അങ്ങനെയാണ് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. പ്രഭാഷകൻ 41:20 വചനം. മറ്റൊന്ന്, നീ പറയുന്ന കാര്യം വിമോചനത്തിന് കാരണമാകുമെങ്കിൽ, മറ്റൊരാൾക്ക്, മറ്റൊരു കുടുംബത്തിന് വിമോചനത്തിന് കാരണമാകുമെങ്കിൽ നീ അവിടെ നിശബ്ദനാകരുത്, നീ സംസാരിക്കണം എന്നുള്ളത് എസ്തേർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, പ്രഭാഷകൻ 32:7 പറഞ്ഞിട്ടുണ്ട്, നീ പറയാൻ ബാധ്യസ്ഥനാണെങ്കിൽ അവിടെ മൗനം അവലംബിക്കരുത്. പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ളവൻ പറയണം. അതാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. പ്രഭാഷകൻ 4:23 എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉചിതമായ സന്ദർഭങ്ങളിൽ നീ പറയാതെ പോകരുത്, സംസാരിക്കാതിരിക്കരുത്. സംസാരിക്കാൻ ഉചിതമായ ഒരു സന്ദർഭമാണെങ്കിൽ നീ അവിടെ പറയണം. അവിടെ വേണ്ടത് നിശബ്ദതയല്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യങ്ങളിൽ നാം സംസാരിക്കണം. മർക്കോസ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്നാപകയോഹന്നാൻ. അവന് ഹെറോദേസിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ പറ്റും. അതിന്റെ പേരിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നെങ്കിലും ഇന്നും ലോകം ആദരിക്കുന്നത് സ്നാപകയോഹന്നാനെ. മറ്റൊന്ന്, ദൈവത്തെ സ്തുതിക്കേണ്ട സമയത്ത് നിശബ്ദരാകരുത്. സങ്കീർത്തനം 66:1 മുതൽ വായിക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ സ്തുതിക്കണം. പ്രഭാഷകൻ 43:30 വായിക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ സ്തുതിക്കണം. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. ആ സമയത്ത് നമ്മൾ നിശബ്ദത പാലിക്കേണ്ടവരല്ല. മറ്റൊന്ന്, തുറന്ന് കുറ്റപ്പെടുത്തലിന് സാധ്യതയുള്ളപ്പോൾ നമ്മൾ അവിടെ സംസാരിക്കണം. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 27:5. അവിടെ പറഞ്ഞിരിക്കുന്നത്, തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ നല്ലത്. ചിലര് ആരെയൊന്നും കുറ്റപ്പെടുത്തത്തില്ല, പക്ഷെ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനും ബാക്കി എല്ലാവരോടും പറഞ്ഞാണ്. അതിനേക്കാൾ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി തുറന്ന കുറ്റപ്പെടുത്തൽ, അതിനുള്ള അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. അവിടെ നിശബ്ദരാകരുത് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്ക് ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുത്ത് നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്തി മിണ്ടേണ്ടടുത്ത് മിണ്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തണമേ എന്ന് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.